ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെയിം സ്ലിപ്പ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ തീരാറായി, വീണ്ടും സ്കൂളിൽ പോകാനുള്ള പ്രിപ്പറേഷനിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ മക്കളെ ബുക്കുമേലും നോട്ട് ബുക്കുമേലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാണ് നെയിം സ്ലിപ്പ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ആയിരുന്നു നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് അവരുടെ ഫോട്ടോസ് തന്നെ വെച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ എന്താണ് കാർട്ടൂണിൻ്റെ പേര് എന്നത് നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഒരുപാട് വരും. ഞാൻ ഇവിടെ ഒരു ഹാപ്പി കിഡിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഹാപ്പി കിഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ അതിലാണ് ഞാനിവിടെ എക്സാമ്പിളായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമേജും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഞാൻ ചെയ്ത ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മോഡൽസിൽ ആയിരിക്കും എല്ലാവരും ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരും ഒരേ മെത്തേഡല്ല ഫോളോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ടെക്സ്റ്റിൽ പോയിട്ട് ഫസ്റ്റ് ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് പിന്നെ കുറേ സ്പേസ് ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു ഈ വീഡിയോയിൽ കാണുന്ന പോലെ അവിടെ വെക്കുകയാണ്. അതുപോലെ 2 ലെയറായിട്ട് അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ബ്ലറായൊരു രീതിയിൽ എന്നാൽ ഇമേജ് കാണുകയും ചെയ്യും. അതുപോലെയാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടത് സേവ് ചെയ്തിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. എന്നിട്ട് ക്യാൻവയിൽ നെയിം ടാഗ് അല്ലെങ്കിൽ ടാഗ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നെയിം സ്ലിപ്പിന് പോലത്തെ ടെംപ്ലേറ്റ്സ് കിട്ടും. അതിന് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഡിസൈൻ മോഡൽസൊക്കെ ഉണ്ട്. ഞാൻ ക്യാൻവയിൽ വെച്ചിട്ടുള്ള ഒരു മോഡൽ എടുത്തിട്ടും ഞാൻ നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലെയിൻ ടെംപ്ലേറ്റ്സ് എടുത്തിട്ട് അതിൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റയിൽ ഒന്ന് ബ്ലറാക്കിയ ആ ഇമേജ് ഞാനിതിൽ ഇൻസേർട്ട് ചെയ്യാണ് അപ്ലോഡ്സിൽ പോയിട്ട്. എന്നിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് മാത്രം വിട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിലൊരു ലൈറ്റ് ഗ്രീൻ കളർ അതിനോട് മാച്ചായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അവിടെ ഐഫോൺ ആയതുകൊണ്ട് ഞാൻ ഐഫോണിലാണ് എഡിറ്റ് ആക്കുന്നതുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ നമുക്ക് സ്റ്റിക്കറായി കിട്ടും. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ഗ്രീൻ റൗണ്ട് ഷേപ്പിലുള്ളത് എനിക്ക് ഇതിൽ വേണം തോന്നിയപ്പോൾ ഞാൻ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ക്യാപ് കട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എറേസ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനും അതിലുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെയും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടണില്ല, വേറെ എന്തെങ്കിലും എറേസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് അതിൽ remove.bg എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ആ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റിൽ ഹെഡിങ് കൊടുത്തിട്ട് സ്റ്റുഡൻറ്റിൻ്റെ നെയിം അവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് ക്ലാസ് എന്നത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈന് കൊടുക്കാം. ലൈന് വെച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ലെവലിലേക്ക് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഡോട്ട്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്ലാസ്, ഡിവിഷന്, റോൾ നമ്പർ, സ്കൂൾ, സബ്ജക്റ്റ് എന്നതൊക്കെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ എലമെൻറ്റ്സ് എടുത്തിട്ട് അതിനൊരു ഫ്രെയിം എന്നുള്ളത് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇതിൽ ഒരുപാട് ഡിസൈനും മോഡൽസിലൊക്കെ ഫ്രെയിംസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് അത് എവിടെയാണ് വെക്കേണ്ടത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലോഡ്സിൽ പോയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സൂം ആക്കി കൊടുക്കുന്നുണ്ട്, ഫേസ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രെയിമിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലൈറ്റ് ഗ്രീൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. വേറെ മോഡൽസിലും നമ്മൾ നെയിം സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ, ബൈ.